ഹലോ ഫ്രണ്ട്സ്, കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുമാരകോവിൽ പോകുന്ന വീഡിയോ ഇട്ടിരുന്നല്ലോ, അന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ മണ്ടക്കാടും പോയത്. മണ്ടക്കാട് ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ വന്നു തുടങ്ങി കേട്ടോ കടലിൻ്റെ. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ചുറ്റി. തിരക്കായതുകൊണ്ട് ആ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് അവിടുത്തെ പ്രസാദം വിൽക്കുന്ന കൗണ്ടറാണ്. അവിടുന്ന് ഒരു അരവണ മാത്രം ചേട്ടൻ വർഷാപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയേ. ഇവിടുന്ന് ഇറച്ചിയൊക്കെയുള്ള കൈയും കാലും ഒക്കെ ഉള്ള രൂപങ്ങളുണ്ടല്ലോ, അതിടുന്ന സ്ഥലമായിരുന്നു. നമുക്ക് പുറത്തുകൂടി ഒന്ന് ചുറ്റി വരാമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ പുറത്തുകൂടി ഒന്ന് ചുറ്റി വന്ന് ഒരിടത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മണ്ഡപമുണ്ട് കേട്ടോ, കോവിനോട് ചേർന്ന് തന്നെ. ഇവിടെ സ്ഥിരമുള്ള മണ്ഡപമാണെന്ന് തോന്നുന്നു. നല്ലപോലെ തന്നെ അവർ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ വർഷമായി കേട്ടോ അങ്ങ് മണ്ടക്കാട്ടിലോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ കേശുവിന് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ്റെ കൂടി കുഴഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഓരോ ചോക്കോ ബാർ വാങ്ങാൻ കഴിച്ചപ്പോൾ ഇവർക്ക് കോൺ വേണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഓരോ കോണ് കഴിച്ചു. ചേട്ടനാണെങ്കിൽ കോൺ വേണ്ടാന്ന് പറഞ്ഞ് പോയി കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണ് ചെയ്തത്. തണുപ്പല്ലേ, അപ്പം കഴിച്ചപ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി കേട്ടോ ഈ ചൂടത്ത്. പിന്നെ ഈ പലഹാരം ഒന്നും വണ്ടി പലഹാരം വെക്കുന്ന കട ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ 2 പാക്കറ്റ് പൊരി മാത്രം വാങ്ങി. എന്നിട്ട് ചോറ് കഴിച്ചു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലോട്ട് പോവുകയാണ്. കേശുവിനാണെങ്കിൽ കടലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, പോകണമെന്ന് പറഞ്ഞ്. നല്ല ചൂടാണ് കേട്ടോ. പക്ഷെ ഇത്രയും ചൂടുണ്ടെങ്കിൽ നമുക്ക് ആ ദേഹത്തെ ഏക്കില്ല. ആ ഒരു കാറ്റും ഒരു സുഖം ഉണ്ടായിരുന്നു, ഒരു തണുപ്പ്. നമ്മൾ ആ കടലിൻ്റെ പ്രദേശത്തൊക്കെ പോകുമ്പോഴുള്ളൊരു തണുപ്പുണ്ടല്ലോ. വണ്ടി കടൽ എന്നെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. തിര കൊണ്ടുപോയി എല്ലാവരും കൂടി തിരിച്ചെടുക്കുകയായിരുന്നു. പിന്നെ കേശു ആണെങ്കിൽ ഇങ്ങനെ വഴി വെട്ടി കൊടുക്കുകയായിരുന്നു വെള്ളത്തിന് വരാൻ വേണ്ടി. കേശു അടുത്തോട്ട് വരാറില്ല കടലിൻ്റെ. ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു കേട്ടോ വീട്ടിലോട്ട്. പോണ വഴിക്ക് കേശുവിനും കല്യാണിക്കും ദാഹമെന്ന് പറഞ്ഞ് നൊങ്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചേട്ടൻ സർബത്ത് ഒഴിച്ചാണ് നൊങ്ക് കുടിച്ചത്. കല്യാണി പ്ലെയിൻ നൊങ്കാണ് കഴിച്ചത്. അച്ഛനും കേശുവും കേശുവിനെക്കാളും വലിയൊരു കരിക്ക് കൊടുത്ത് വെച്ചുകൊണ്ടാണ് കേശു നിൽക്കുന്നത്. കേശുവിന് ഡ്രസ്സൊക്കെ കൊണ്ടുപോയി, അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടൊക്കെയാണ് തിരിച്ച് കൊണ്ടുവന്നത്. ഈ വീഡിയോ ഇഷ്ടം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.